ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കേരള ഹിന്ദി ക്വസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് എക്സാം പേപ്പർ 1-ലെ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ 10 MCQs ആണ്. ഓൾറെഡി നമ്മുടെ ചാനലിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ICT, കോംപ്രിഹെൻഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം. 2, 6, 12, 20, 30. Which is the next term? Options: Option A 40, Option B 42, Option C 44, Option D 46. And the correct answer is Option B 42. ഇവിടെ എന്തുകൊണ്ടാണ് 42 വന്നതെന്ന് നോക്കിക്കേ. ജസ്റ്റ് ഒരു പാറ്റേൺ ഒബ്സർവ് ചെയ്താൽ 1 into 2 2, 2 into 3 6, 3 into 4 12, 4 into 5 20, 5 into 6 30. അപ്പോൾ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 6 into 7 ആയിരിക്കും. സോ 42 is the correct answer. Second question, find the next term. 1, 8, 27, 64. Which is the next term? Options: Option A 81, Option B 100, Option C 125, Option D 216. The correct answer is ഓപ്ഷൻ സി ആണ്. 125 ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ നമ്പേഴ്സും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സ് ആണ്. അതായത് 1ൻ്റെ ക്യൂബാണ് 1, 2ൻ്റെ ക്യൂബാണ് 8, 3യുടെ ക്യൂബാണ് 27, 4 ക്യൂബാണ് 64. അപ്പോൾ നെക്സ്റ്റ് നമ്പർ 5 ക്യൂബ് ആയിരിക്കും. ആൻസർ 125. ക്വസ്റ്റ്യൻ നമ്പർ 3, AZ BY CX DW. What is the next one? Options: EV, FU, EW, FV. And the correct answer is Option A EV. ഇവിടെ എന്തുകൊണ്ടായിരിക്കും EV വന്നിരിക്കുന്നത്? ഈ ഒരു സീരീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ ഫോർവേഡായിട്ടാണ് പോകുന്നത്, സെക്കൻഡ് ലെറ്റർ ബാക്ക്വേർഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വണ്ണിൽ AZ, A ഫസ്റ്റ് ലെറ്ററാണ്, Z ലാസ്റ്റ് ലെറ്ററാണ്. ഇനി സെക്കൻഡ് കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ B സെക്കൻഡ് ലെറ്ററാണ്, Y സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററാണ്. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? EV ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DOG GOD LIVE. വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ? EVIL, VILE, VEIL, LEVI. ആൻസർ ഓപ്ഷൻ A EVIL. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ DOG ജസ്റ്റ് റിവേഴ്സ് ആയിട്ടാണ് GOD വന്നിരിക്കുന്നത്. അതുപോലെ LIVE റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും EVIL ആയിട്ട് മാറും. ക്വസ്റ്റ്യൻ നമ്പർ 5, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻസ്: ട്രയാങ്കിൾ, സ്ക്വയർ, സർക്കിൾ, ക്യൂബ്. ആൻസർ ഓപ്ഷൻ ഡി ക്യൂബ് ആണ്. ബിക്കോസ് ട്രയാങ്കിളും സ്ക്വയറും സർക്കിളും ഒക്കെ 2 ഡയമെൻഷണൽ ഫിഗേഴ്സ് ആണ്. ക്യൂബ് 3D ഫിഗറാണ്. അതുകൊണ്ട് തന്നെ ക്യൂബ് ഓഡ് വൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് സൗത്ത് ഈസ് ഈക്വൽ ടു TPVUI, ദെൻ ഈസ്റ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ഓപ്ഷൻസ്: FBTU, GBTU, FCUV, FCTU. ആൻസർ ഓപ്ഷൻ എ FBTU. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ ലെറ്ററും 1 സ്റ്റെപ്പ് ഫോർവേഡായിട്ട് ഷിഫ്റ്റ് ചെയ്തേക്കുവാണ്. ഇപ്പോൾ എസ്സിന് പകരമായിട്ട് എസ്സിൻ്റെ ഫോർവേഡായിട്ട് T ആയേക്കുന്നു, ഒയ്ക്ക് ഫോർവേഡായിട്ട് P, യുവിൻ്റെത് V, ടീൻ്റെത് U, എച്ചിൻ്റെത് I. അതേപോലെ ഈ സെയിം റൂള് നമ്മൾ ഈസ്റ്റിലും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇയുടെ 1 സ്റ്റെപ്പ് ഫോർവേഡാണ് F, എയുടെ 1 സ്റ്റെപ്പ് ഫോർവേഡാണ് B, എസ്സിൻ്റെ 1 സ്റ്റെപ്പ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് T ഉണ്ടാകുന്നത്, ടീൻ്റെത് U. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് FBTU ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 7, A is the brother of B, B is the sister of C. Then how A related to C? Options: brother, sister, father, uncle. And the correct answer is option A brother. ഇവിടെ നോക്കുകയാണെങ്കിൽ A and B are siblings ആണ്. അതുപോലെ B and Cയും siblings ആണ്. അതുകൊണ്ട് തന്നെ എയും സിയും സിബ്ലിങ്സ് ആയിരിക്കും. ഇവിടെ എ എന്താണ്? മെയിലാണ്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് സിയുടെ ബ്രദർ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 15th March 2026 ഈസ് സൺഡേ, വാട്ട് ഡേ വിൽ ബി 22nd March 2026?
Options Monday, Tuesday, Sunday, Saturday. And the correct answer is option C, Sunday. Because 22nd March എന്ന് പറയുന്നത് എക്സാക്ട്ലി 7 days ആഫ്റ്റർ 15 March ആണ്. അപ്പോൾ അവിടെ എന്താ ഒരു 7 daysൻ്റെ ഗ്യാപ്പ് ഉണ്ട്. സോ ദ നെക്സ്റ്റ് ഡേ ദ ഡേ ഇസ് സൺഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം 5, 10, 17, 26, 37. വിച്ച് ഈസ് ദ നെക്സ്റ്റ് ടേം? ഓപ്ഷൻസ് 48, 50, 52, 54. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, 50. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഓരോ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ, അതായത് 10 - 5 5 ആണ്, 17 - 10 7 ആണ്, 26 - 17 9 ആണ്, 37 - 26 11 ആണ്. അപ്പോൾ ഈ ഓരോ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ 5, 7, 9, 11 ഇങ്ങനെ ഓഡ് നമ്പേഴ്സ് ആഡ് ചെയ്ത് പോയേക്കുവാണ്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ളത് 13 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 37ൻ്റെ കൂടെ ആ ഡിഫറൻസ് ആയിട്ടുള്ള 13 ആഡ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടേം കിട്ടും, ദാറ്റ് ഈസ് 50. ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 50. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ ഡസ് നോട്ട് ബിലോങ്? ഓപ്ഷൻ 16, 25, 36, 42. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 42. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ നമ്പേഴ്സും, അതായത് 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്, 25 5ൻ്റെ സ്ക്വയർ ആണ്, 36 6ൻ്റെ സ്ക്വയർ ആണ്. ഇതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. പക്ഷേ 42 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് തന്നെ 42 ആണ് ഇവിടുത്തെ ഓഡ് വൺ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 42. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മാത്തമാറ്റിക്കൽ റീസണിങ്ങിൻ്റെ 10 MCQസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്